ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഫിഷിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. എന്നോട് കുറേ പേരായി പറയുന്നു ഞാൻ ഫിഷ് ഒന്നും അധികം ഇടാറില്ല, അങ്ങനത്തെ റെസിപ്പീസ് ഒന്നും. അപ്പോൾ ഇന്ന് ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടതെന്ന് തന്നെയാണ്. നല്ല ദശയുള്ള മീൻ വെച്ചിട്ടാണ് നമ്മളിതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ നമ്മളൊരു അടിപൊളി ടേസ്റ്റിലത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു കൊച്ചു വാഴയിലൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വാഴയിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ വാഴയില കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ദിവസം മുന്നേ ഇതുപോലെ വാഴയിലയുടെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു ഇത് എവിടെ നിന്നാണ് ഇവിടെ വാഴയില മേടിക്കാൻ കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ അത് ഞാൻ തുടർന്ന് പിന്നെ പറയാം. അപ്പോൾ ഇതാ ഞാനിന്നിവിടെ ഇത് നല്ല ദശയുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. നല്ല മീനിൻ്റെ മുള്ളൊക്കെ വളരെ കുറവുള്ളൊരു മീനാണിത്. ഇത് ഇവിടെ സാൽമൺ എന്നാണ് പറയുക. പിങ്ക് ഒരു പിങ്ക് കളറായിട്ടുള്ള ഒരു ഓറഞ്ചോ പിങ്കോ എന്നൊക്കെ പറയാം. ആ ഒരു കളറിലുള്ള സാൽമനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം, പക്ഷേ മുള്ളില്ലാത്ത മീനായിരിക്കണം എന്ന് മാത്രം. അപ്പം ഞാനത് ഈ ഒരു പാത്രത്തിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീനകത്തോട്ട് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം, ഒത്തിരി ഒന്നുമില്ല. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ടല്ല, ഇച്ചിരി ഒന്ന് ക്രഷ്ഡ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മീനൊക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അങ്ങനെ ആ മസാലയൊക്കെ നന്നായി തിരുമ്മിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് എങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മസാലയുടെ. അപ്പോൾ ഇത് നമ്മൾ ഇതൊന്ന് വേവിക്കുന്നത് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്, അല്ലാതെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടല്ല ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെക്കുക, അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മളിത് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പം ഞാനവിടെ എടുത്തിരിക്കുന്ന മീൻ, അതായത് സാൽമൺ, ഒത്തിരി നേരം ഒന്ന് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് എന്താ പറയുക, പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ മീറ്റൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി കൂടി വന്ന ഒരു 6-7 മിനിറ്റൊക്കെയാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ അത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ദാ നമ്മുടെ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലക്കർ വെച്ചിട്ടോ നമുക്കിതൊന്ന് എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലത്തെ ചൂടൊക്കെ നന്നായിട്ട് ആറട്ടെ, അതിന് ശേഷമാണ് നമ്മൾ നുള്ളി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് ഫോർക്കൊക്കെ വെച്ചിട്ടാണ് വലിയ വലിയ ആളുകളൊക്കെ ചെയ്യുക. പക്ഷേ എനിക്ക് ഫോർക്ക് വെച്ച് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോർക്ക് അങ്ങ് മാറ്റി വെച്ച് നമ്മുടെ കൈ വെച്ചിട്ടാണ് ഇതൊന്ന് നുള്ളി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ദാ മീനൊക്കെ നന്നായിട്ട് നുള്ളിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഇനി ചെയ്യാനുള്ളത് ഇച്ചിരി നാരങ്ങ നീര് കൂടി വന്ന് ഒരു 1/2 ടീസ്പൂൺ മതി, ഒത്തിരി ആവരുത്. 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഇതിൻ്റെ മേലൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതൊന്ന് ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാനാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 അല്ലി വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെളുത്തുള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഒരു 6 എണ്ണൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ ചതക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, തൊലിയോട് കൂടെ. അപ്പോൾ അതവിടെ ഞാൻ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണ ചൂടായി വന്നു. ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ പെരും ജീരകം, വലിയ ജീരകം, ഒരു 3-4 ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണക്കം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതാ ചതച്ച് വെച്ചിരിക്കുന്ന തൊലിയോട് കൂടെ ചതച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി തൊലിയോട് കൂടെ അല്ല കേട്ടോ, ഇഞ്ചി അല്ലാതെയാണ് ചതച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി കരിച്ചെടുക്കൊന്നും വേണ്ട, അതിൻ്റെ ഒരു പച്ചമണക്കം മാറി നല്ലൊരു മൂത്ത സ്മെല്ല് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, ഒത്തിരി എരിവ് വേണ്ടാന്നുള്ളവർക്ക് ഈ പച്ചമുളക് എന്നുള്ളത് തന്നെ സ്കിപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഇതിനകത്ത് മസാലപ്പൊടികളും പിന്നെ ഉണക്കമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ എരിവില്ലാത്തൊരു പച്ചമുളകാണത്.
ഇനി ഇതിനകത്തോട്ട് നമുക്ക് 2 മീഡിയം സൈസ് ആയിട്ടുള്ള സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നീളത്തിലാണെങ്കിലും അങ്ങനെയും അരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് നിറമൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലൊക്കെ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ വരും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ മീനിനകത്തൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ കണ്ടിട്ട് ഇവിടെ ഉപ്പ് ചേർക്കുക. ഇനി നമുക്കിതാ ഈ മസാലയൊക്കെ ഈ സവോളയൊക്കെ ഈ ഒരു രീതിക്ക് വഴണ്ടി വന്നാൽ മതി, ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി സാധാ മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നമ്മൾ കുരുമുളകൊക്കെ മുന്നേ ചേർത്തിട്ടുള്ളതാണ് മീനിൽ. ഇനി നിങ്ങൾക്ക് ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പകരം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇച്ചിരി ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഗരം മസാലയും കൂടെ ചേരുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക സ്വാദ്, ആ മീനിൻ്റെ ടേസ്റ്റും. ഇടയ്ക്കൊരു ഗരം മസാല എന്ന് പറയുമ്പോൾ മീറ്റിൻ്റെ ഒരു ഇറച്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പൊടികളെല്ലാം മൂത്തൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതാ ഇങ്ങനെ പിച്ച് ചീന്തിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ മീൻ ഇതിനകത്തോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുക മസാലയിൽ. ഇത് ഉടഞ്ഞു പോകും എന്നുള്ള അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. ഇതിപ്പോൾ ഉടഞ്ഞു പോയെന്നാലും രുചിക്ക് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാൻ പോകുന്നില്ല എന്തായാലും. അപ്പം ഞാനതുകൊണ്ട് ഒത്തിരി പതുക്കെ ഒന്നും അല്ല ചെയ്യുന്നത്, അത്യാവശ്യം ഒരു ബലം കൊടുത്തിട്ട് തന്നെയാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. അപ്പം സാധാരണ നമ്മൾ മീനൊക്കെയാണ് ഉടഞ്ഞു പോകുമല്ലോ എന്നൊക്കെ ഓർക്കും, പക്ഷെ നമ്മളിത് ഒത്തിരി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇച്ചിരി ഒരു ഒത്തിരി അങ്ങ് ഉടഞ്ഞിരിക്കാതെ ഇച്ചിരി ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾക്ക് നമ്മൾ കൊത്തു പൊറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ നമ്മുടെ ആ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് കൊത്തി കൊടുക്കാനും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിന് മുൻപ് ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ, കാരണം നമ്മളൊരു മീൻ വറുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ടല്ലേ മീൻ വറുക്കുക. അപ്പോൾ അത്രയും വെളിച്ചെണ്ണ വേണ്ട, പക്ഷേ അല്പം വെളിച്ചെണ്ണ ഇത് വറുക്കാൻ വേണ്ടിയിട്ട്, ഒരു വറുത്ത പോലെ വരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇച്ചിരി ഒരു കറിവേപ്പില മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വാഴയില കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ കടയിൽ പോയപ്പോൾ, ഒരു മലയാളി കടയിൽ പോയപ്പോൾ എനിക്ക് വാഴയില കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനതൊരു 3-4 എണ്ണം മേടിച്ചു. അപ്പോൾ ഇത്രയും നാളും വാഴയില ഉപയോഗിക്കാത്തതിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റാനായിട്ട് ഞാൻ എല്ലാ റെസിപ്പീസിലൊക്കെ ഇപ്പോൾ ഇതുപോലെ വാഴയില ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത് 2 ദിവസമായി നിങ്ങൾക്കത് സഹിക്കേണ്ട വരത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഈ വാഴയിലേറെ ആ ഒരു ഇത് തീരും. അപ്പോൾ ഇത് വാഴയിലും കൂടെ മൂടി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലൊരു മൂടികം വെച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിലൊക്കെ നാട്ടിൽ പ്രത്യേകിച്ച് വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ടേസ്റ്റ് സാധാരണ നമ്മൾ കറി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ സൂപ്പർ ടേസ്റ്റിലാണ് കേട്ടോ വരിക. ഞാനത് എടുത്ത് പറയുന്നത്, അത് ഇവിടെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ ഇല കിട്ടാനൊക്കെ ഇച്ചിരി ഈ ഒരു വാഴയില കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടുള്ള വിഷമൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ അത് ചേർക്കുമ്പോഴുള്ള ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്നുമില്ല, ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇടയ്ക്കൊന്ന് തുറക്കുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഒത്തിരി ഫ്രൈ ചെയ്തിട്ടില്ല, എന്നാൽ അത്യാവശ്യമൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, അച്ചാറൊക്കെ അല്ലെങ്കിൽ കഴിക്കുന്ന ആ ഒരു ഇതുപോലെ ഇരിക്കും, ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഒത്തിരി ഹാർഡാക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിർത്താണ്. ഇനി നിങ്ങൾക്ക് അതല്ല ഇച്ചിരിയും കൂടെ ഫ്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ സാധാരണ മീൻ കഴിച്ചിട്ടൊക്കെ മടുത്തിരിക്കുന്നവർക്ക് ഈ ഒരു പുഴുങ്ങിയെടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു സമയമുണ്ട്. അതൊഴിച്ചെന്നാൽ ബാക്കിയെല്ലാം ഈസിയാണ്. അടുത്ത് തന്നെ നിന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 മിനിറ്റിനകത്ത് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ.